നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കേരള മെഡിക്കൽ ആപ്ലിക്കേഷൻ 2024-25 അധ്യയന വർഷത്തിൽ MBBSൻ്റെയും BDSൻ്റെയും മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കും കേരളത്തിൽ അപേക്ഷിക്കേണ്ട കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 17 അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുവാനായി ഏപ്രിൽ 24 വരെ അവസരമുണ്ട്. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് നീറ്റ് മെയ് 5 നടക്കുന്നത്. ജൂൺ 14 നീറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ജൂൺ അവസാനത്തെ ആഴ്ച കേരള വെബ്സൈറ്റിൽ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യണം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിരിക്കും കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് നടക്കുക. കേരളത്തിലെ മെഡിക്കൽ പ്രവേശനം നടക്കുമ്പോൾ കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലും അതുപോലെ BDS, അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ, ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി പോലെയുള്ള ഗവൺമെൻറ്റിൻ്റെയും സ്വകാര്യ മേഖലയിലെയും കോളേജുകളിൽ ഫീസ് സൗജന്യത്തോടു കൂടി പഠിക്കാൻ സാധിക്കുന്ന വിഭാഗമാണ് അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി അഥവാ OEC. OEC വിഭാഗത്തിന് ലഭിക്കുന്ന സംവരണ സാധ്യതകളെക്കുറിച്ചും ട്യൂഷൻ ഫീസ് ഇളവിനെക്കുറിച്ചും സമർപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകളെക്കുറിച്ചുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. എന്താണ് OEC റിസർവേഷൻ? കേരളത്തിൽ ചില മതവിഭാഗങ്ങളെ, ജാതി ഉപജാതി വിഭാഗങ്ങളെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് എക്കണോമിക്കലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി വിഭാഗത്തിനെയൊക്കെ നമുക്ക് OEC അതർ എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന കാറ്റഗറിയിലേക്ക് മാറിയിട്ടുണ്ട്. അവർ ജനറൽ ആയിരിക്കാം, OBC ആയിരിക്കാം, SC ആയിരിക്കാം, ST ആയിരിക്കാം. അവർക്ക് ജാതി സംവരണം കിട്ടുന്നത് അവരുടെ ജാതിക്കനുസരിച്ച് തന്നെയാണ്. ചിലപ്പോൾ ജനറൽ വിഭാഗമാണ്, ഒരുവിധ ജാതി സംവരണം ഉണ്ടാവില്ല. ചിലർ OBC നോൺ ക്രിമിനൽ പെട്ടവരായിരിക്കാം, അവർക്ക് സീറ്റ് കിട്ടുന്നത് OBC ആയിട്ടായിരിക്കാം. ചിലർ SC വിഭാഗമാണ്, ചിലർ ST വിഭാഗമാണ്, അതിനനുസരിച്ചായിരിക്കും സീറ്റ് കിട്ടുന്നത്. പക്ഷേ അവർ എവിടെ ചേർന്ന് കഴിഞ്ഞാലും, ഗവൺമെൻറ് മേഖലയിൽ ചേർന്ന് കഴിഞ്ഞാലും സ്വകാര്യ മേഖലയിൽ ചേർന്ന് കഴിഞ്ഞാലും ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതാണ് OEC സംവരണം എന്ന് വെച്ചാൽ. OEC സംവരണം എന്ന് പറയുന്നത് സീറ്റ് ലഭിക്കുന്നതിനുള്ള സംവരണമല്ല, പകരം ഒരു സീറ്റ് അവരുടെ ജാതി ഉപജാതി വിഭാഗത്തിനനുസരിച്ച് ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് OECയുടെ പ്രത്യേകത. ഏതൊക്കെ വിഭാഗത്തിനാണ് OEC സംവരണം കിട്ടുന്നതെന്നുകൂടി നമുക്ക് നോക്കാം. ST വിഭാഗത്തിലാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് പ്രോസ്പെക്ടസിനകത്ത് ഏതാണ്ട് 13 ജാതി ഉപജാതി വിഭാഗങ്ങളെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. SC വിഭാഗത്തിലാണെങ്കിലും ഏതാണ്ട് 8 വിഭാഗങ്ങളെയാണ് ആ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർക്ക് തഹസീൽദാരിൽ നിന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിസർവേഷൻ ലഭിക്കുന്നതാണ്. എന്നാൽ മറ്റ് 30 വിഭാഗങ്ങളെ, 30 ജാതി ഉപജാതി വിഭാഗങ്ങളെ EC എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഭാഗത്തിന് ഏതാണ്ട് 28ഓളം കമ്മ്യൂണിറ്റി ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ വരുന്നവരാണ്. അപ്പോൾ അവർ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. പക്ഷേ ഈ 30 വിഭാഗത്തിന് ഒരു കണ്ടീഷനുണ്ട്, ആനുവൽ ഇൻകം 6 ലക്ഷത്തിൽ താഴെയായിരിക്കണം. നാം മുമ്പ് കണ്ട വിഭാഗത്തിന് യാതൊരുവിധ ഇൻകം ലിമിറ്റുമില്ല. പക്ഷേ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ വരുന്ന, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ക്രിസ്ത്യനിൽ 1-2 വിഭാഗങ്ങളുണ്ട്, ജനറൽ വിഭാഗത്തിൽ 2 വിഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. ഈ വിഭാഗത്തിലുള്ളവർ 6 ലക്ഷത്തിൽ താഴെ വരുമാനമാണെങ്കിൽ മാത്രമേ എലിജിബിൾ കമ്മ്യൂണിറ്റിയിൽ വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളൂ. അപ്പോൾ ഇവർ സമർപ്പിക്കേണ്ടത് സീറ്റ് കിട്ടാൻ വേണ്ടി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും, ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും ഫീസ് ഒഴിവാക്കാനായിട്ട് 6 ലക്ഷത്തിൽ താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റുമാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗത്തിൽ അല്ലെങ്കിൽ OECയിൽ വരുന്ന വാണിയ, വെളുത്തേടത്ത് നായർ, ചെട്ടി, ഗണിക, അതുപോലെ ദേവാംഗ, പട്ടിയാർ വിഭാഗം, പണ്ഡിതർ വിഭാഗം, എഴുത്തച്ഛൻ വിഭാഗം, ചക്കാല നായർ വിഭാഗം, വീരശൈവ വിഭാഗം, ഈ വിഭാഗങ്ങൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും 6 ലക്ഷത്തിൽ താഴെയുള്ള ഇൻകം സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്താൽ ആ റിസർവേഷൻ അനുസരിച്ചുള്ള സീറ്റും ഒപ്പം ട്യൂഷൻ ഫീസ് ഒഴിവാക്കുകയും ചെയ്യും. കേരളത്തിൻ്റെ നമുക്ക് റാങ്ക് ലിസ്റ്റ് 2023 പ്രവേശനം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത് ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗമെന്നോ അല്ലെങ്കിൽ
SC/ST വിഭാഗം എന്നൊക്കെ പറഞ്ഞാണ് ഇവർക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഈ വിഭാഗത്തിൽ EC എലിജിബിൾ കമ്മ്യൂണിറ്റി വിഭാഗത്തിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ബാക്ക്വേർഡ് ഹിന്ദു വിഭാഗമാണെങ്കിൽ ഗവൺമെൻറ് കോളേജുകളിൽ ഏതാണ്ട് 2915 കേരള മെഡിക്കൽ റാങ്ക് വരെയുള്ളവർക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ MBBSന് പ്രവേശനം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ സീറ്റ് കിട്ടിയിരിക്കുന്നത് BH എന്ന വിഭാഗത്തിലാണ്. പക്ഷേ 6 ലക്ഷത്തിൽ താഴെയുള്ളവർക്ക് ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട്. 6 ലക്ഷത്തിന് മുകളിലാണ് വരുമാനമെങ്കിലോ BH ആയിട്ട് പരിഗണിക്കും, നോൺ ക്രിമിലെയർ സമർപ്പിച്ചാൽ മതി. പക്ഷേ ട്യൂഷൻ ഫീസ് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. സ്വകാര്യ മെഡിക്കൽ കോളേജുകൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 9800, അതായത് 500 മാർക്കിനപ്പുറം 495 മാർക്ക് വരെയുള്ളവർക്കും സെൽഫ് ഫിനാൻസിങ്ങിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവർക്ക് ട്യൂഷൻ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നമ്മൾ പ്രവേശനം നേടുമ്പോൾ ഏതാണ്ട് 7 മുതൽ 8.5 ലക്ഷം രൂപ വരെയാണ് ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടത്. അത് കഴിഞ്ഞ് ഹോസ്റ്റൽ ഫീസ് ഇനത്തിലും സ്റ്റഡി മെറ്റീരിയൽ, മെസ് ഫീസ്, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാത്തിനും കൂടെ ഏതാണ്ട് 1 മുതൽ 2-2.5 ലക്ഷം വരെ നമുക്ക് ഓരോ കുട്ടിക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ചിലവുകൾ ഈ വിഭാഗവും അടയ്ക്കേണ്ടതായിട്ട് വരും. എന്നാൽ 7 മുതൽ 8.5 ലക്ഷം വരെയുള്ള ട്യൂഷൻ ഫീസിൽ നിന്നാണ് ഇവരെ ഒഴിവാക്കിയിരിക്കുന്നത്. കീം 2024 OEC റിസർവേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റും വരുമാന സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്തതിന് ശേഷം മെയ് അവസാനം കാൻഡിഡേറ്റ് പോർട്ടൽ നിലവിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ കാറ്റഗറിക്കകത്ത് EC എലിജിബിൾ കമ്മ്യൂണിറ്റി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് കോളേജുകളിലും സ്വകാര്യ കോളേജുകളിലും ട്യൂഷൻ ഫീസ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ സാധിക്കും. എങ്ങനെയാണത് തിരിച്ചറിയുക? നിങ്ങൾ ഓപ്ഷൻ കൊടുക്കാൻ നേരത്ത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ കോളേജിൻ്റെ നേരെ, ഗവൺമെൻറ് കോളേജുകൾക്ക് നേരെ 24,000 രൂപ എന്നും സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക് നേരെ 7.5 ലക്ഷം എന്നും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ, ഓരോ കോളേജുകൾക്ക് നേർക്ക് അവിടെയുള്ള ഫീസ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ EC വിഭാഗത്തിലുള്ള നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ അവിടെ ട്യൂഷൻ ഫീസ് 0 എന്ന് കാണാവുന്നതാണ്. അങ്ങനെ 0 എന്നാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ട്യൂഷൻ ഫീസ് അടയ്ക്കേണ്ടതില്ല എന്നാണ് അർത്ഥം. അത് അലോട്ട്മെൻറ്റ് സമയത്ത് അത് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ OEC വിഭാഗം മൈനോറിറ്റി സീറ്റുകൾക്കോ NRI സീറ്റുകൾക്കോ അപേക്ഷിച്ചാൽ നിങ്ങൾ അതാത് ഫീസ് അടയ്ക്കേണ്ടതായിട്ടും വരുമെന്നുള്ളതും ഓർമ്മയിലിരിക്കുക. അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി ഏപ്രിൽ 17 സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാനായി ഏപ്രിൽ 24 വരെയുമാണ് സമയം. ഏപ്രിൽ 17 എല്ലാ വിദ്യാർത്ഥികളും ഫോട്ടോ, സിഗ്നേച്ചർ, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ്, നേറ്റിവിറ്റി കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് എന്നിവ അപ്ലോഡ് ചെയ്ത് അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുക്കണമെന്ന് നിർബന്ധമായും, അതുപോലെ തന്നെ ബാക്കിയുള്ള എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ 24 വരെയും സാവകാശം ലഭിക്കുന്നുള്ളതാണെന്നും ഓർമ്മയിലിരിക്കട്ടെ. കേരള മെഡിക്കലുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.